ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തികൾക്കപ്പുറം ഒരു രാഷ്ട്രം സ്വന്തം ആഭ്യന്തര സംഘർഷങ്ങളിൽ കത്തിയെരിയുകയാണ്. എന്നാൽ അതിന്റെ ആഘാത തരംഗങ്ങൾ ഇവിടെയും എത്തുന്നുണ്ട്, ഇന്ത്യയിലും എത്തുന്നുണ്ട്. കാരണം ആശുപത്രികൾ ലക്ഷ്യമിടുമ്പോൾ, ഭീകരർ ആശുപത്രികൾ ലക്ഷ്യമിടുമ്പോൾ, സാധാരണ പൗരന്മാർ വെറും മരണസംഖ്യകളായി മാറുമ്പോൾ, ഒരു രാജ്യം അക്രമത്തിലേക്കും നിയമരാഹിത്യത്തിലേക്കും തകരുമ്പോൾ ഇന്ത്യക്ക് കണ്ണടച്ചിരിക്കാൻ സാധ്യമല്ല. മ്യാൻമറിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഈ ആക്രമണ സംഭവം നമ്മളെ സംബന്ധിച്ച് ഏതെങ്കിലും വിദേശ രാജ്യത്തിൽ സംഭവിച്ച ഒരു ദുരന്തമല്ല. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അയൽപ്പക്കം എത്രമാത്രം അസ്ഥിരമാണ് എന്നതിന്റെ ഒരു നേർചിത്രമാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ സുരക്ഷാ നയതന്ത്രം, സൈനിക സജ്ജീകരണങ്ങൾ എന്നിവയിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ജാഗ്രത നിലനിർത്തേണ്ടത്. മ്യാൻമറിലെ രാഖൈൻ സംസ്ഥാനത്തെ മൊറോക്യു പ്രധാന ജനറൽ ആശുപത്രിക്ക് നേരെ മ്യാൻമർ സൈന്യം നടത്തിയ മാരകമായ വ്യോമാക്രമണത്തിൽ 34 പേരാണ് കൊല്ലപ്പെട്ടത്. രോഗികൾ, ഡോക്ടർമാർ, ആശുപത്രി ജീവനക്കാർ എന്നിവരാണ് മരണപ്പെട്ടത്. ഏകദേശം 80 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. രക്ഷാപ്രവർത്തകരുടെ സ്ഥിരീകരണം അനുസരിച്ച് മരിച്ചവരിൽ 17 പുരുഷന്മാരും 17 സ്ത്രീകളുമുണ്ട്. ഒരു യുദ്ധവിമാനം 2 ബോംബുകളാണ് വർഷിച്ചത്. ഒന്ന് റിക്കവറി വാർഡിൽ നേരിട്ട് പതിച്ചു, മറ്റൊന്ന് പ്രധാന കെട്ടിടത്തിനടുത്ത് വീണു. ഇതിൽ ആശുപത്രിയുടെ ഭൂരിഭാഗവും സമീപത്തെ വാഹനങ്ങളും തകർന്നു. സ്വയംഭരണം ആവശ്യപ്പെടുന്ന രാഖൈൻ വംശീയ സായുധ ഗ്രൂപ്പായ അരക്കൻ ആർമി നിയന്ത്രിക്കുന്ന മേഖലയിലാണ് ആക്രമണം നടന്നത്. ആഭ്യന്തര യുദ്ധം കാരണം മറ്റു മിക്ക സൗകര്യങ്ങളും അടച്ചുപൂട്ടിയ ശേഷം സാധാരണക്കാർക്ക് സേവനം നൽകാനായി അടുത്തിടെ വീണ്ടും തുറന്ന ആശുപത്രിയിലായിരുന്നു ഇത്. 2021 സൈനിക അട്ടിമറിക്ക് ശേഷം മ്യാൻമർ കടുത്ത പ്രതിസന്ധിയിലാണ്. രാജ്യത്തിന്റെ വലിയ പ്രദേശങ്ങൾ യുദ്ധമേഖലകളായി മാറിയിരിക്കുന്നു. ഈ ആക്രമണം സംബന്ധിച്ച് സൈനിക ഭരണകൂടം ഇതുവരെ ഒരു പ്രതികരണവും നൽകിയിട്ടില്ല. എന്നാൽ ദേശീയ ഐക്യ സർക്കാർ, നാഷണൽ യൂണിറ്റി ഗവൺമെന്റ് വ്യോമാക്രമണത്തെ യുദ്ധക്കുറ്റമായി അപലപിക്കുകയും ആഗോള സമ്മർദ്ദത്തിനും മാനുഷിക സഹായത്തിനും വേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് കേവലം അകലെയുള്ള ഒരു വാർത്തയല്ല. മ്യാൻമർ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം കൂടിയാണ്. അവിടെയുള്ള ഓരോ സംഘർഷവും, അഭയാർത്ഥി പ്രവാഹം, തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം, പ്രാദേശിക സുരക്ഷ എന്നിവയെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ശക്തമായ അതിർത്തികളിലും അയൽ രാജ്യങ്ങളോട് ജാഗ്രതയോടെയുള്ള മോദി സർക്കാരിന്റെ നയതന്ത്ര സമീപനം എന്തുകൊണ്ട് അത്യാവശ്യമാണെന്നത് ഈ ദുരന്തം അടിവരയിട്ട് നമ്മളെ കാണിച്ചു തരുന്നു. അയൽപ്പക്കം കത്തിയെരിയുമ്പോൾ ഇന്ത്യയുടെ സുരക്ഷാ ജാഗ്രത അനിവാര്യമായി മാറുന്നു. ന്യൂസ് ഡെസ്ക്.